ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം പോരാട്ടം നിറഞ്ഞതാണ്. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള പോരാട്ടം നമുക്ക് അഭിമുഖീകരിക്കേണ്ടായി വരും. പിശാചിനോടും ലോകത്തോടും പാപത്തോടും ഒക്കെ പോരാടി ജയിക്കുവാൻ നമുക്ക് കഴിയണം. നാം ഒരു പോർക്കളത്തിലാണ്. ഓരോ ദൈവവേദലും പിന്തിരിഞ്ഞ് ഓടുകയല്ല, പ്രത്യേക പോരാടി ജയിക്കുവാൻ നമുക്ക് കഴിയണം. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ സാത്താനെ തോൽപ്പിച്ചു അവൻ്റെ ആയുധവർഗം വെപ്പിച്ച് അവനെ പരസ്യകോലമാക്കി. പ്രിയരെ, ശത്രു ഇന്ന് നമുക്കെതിരായി ഹല്ലേലൂയ അമ്പുകൾ എഴുതിവിടുമ്പോൾ, എന്നാൽ ദുഷ്ടന്റെ സകല തീയമ്പുകളെയും ചെറുക്കുവാൻ വിശ്വാസം എന്ന പരിചയം ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും നാം കൈക്കൊള്ളണം. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, അതിനായി ജാഗരിക്കുവാൻ നമുക്കിടയാകട്ടെ. അതിനുള്ള കൃപയും അഭിഷേകവും ഒക്കെ ദൈവം നമ്മുടെ മേൽ പകരും. ഹല്ലേലൂയ. പലപ്പോഴും നാം വിശുദ്ധിയോടും വേർപാടുമോടും ഒക്കെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പിശാച് തന്റെ തന്ത്രങ്ങൾ ഒന്നൊന്നായി അഴിച്ചുവിടും. ഏദൻ തോട്ടത്തിൽ ആദാം ഹവ്വാമാരെ ഹല്ലേലൂയ സാത്താൻ പരീക്ഷിച്ച് തോൽപ്പിച്ചതുപോലെ നമ്മയും തോൽപ്പിക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ പിശാച് തന്ത്രങ്ങൾ മെനയും. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് പിശാചിന്റെ തന്ത്രങ്ങൾ എടുത്തു നിൽപ്പിൻ. അതെ, പിശാചിനോട് പോരാടിയെങ്കിൽ മാത്രമേ അവൻ നമ്മെ വിട്ട് ഓടിപ്പോവുകയുള്ളൂ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നീ സംഗതികളെ നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തുവാൻ പിശാച് പരിശ്രമിക്കും. പക്ഷെ ഇവിടെ നമുക്ക് പോരാടി ജയിക്കുവാൻ കഴിയണം. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, പ്രത്യുത അത് ദൈവസന്നിധി ശക്തിയുള്ളവയാണ്. പിശാചിന്റെ കോട്ടകളെ പിടിച്ചെടുക്കുവാൻ നമുക്ക് കഴിയണം. ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. നാം ഭൂമിയിലായിരിക്കുന്നിടത്തോളം നമുക്ക് പോരാട്ടമുണ്ട്. നാം ഹല്ലേലൂയ ഒരാത്മീയ പോരാട്ടത്തിലാണ് നാം ഹല്ലേലൂയ ജീവിക്കുന്നത്. 2 തിമോഥെയോസ് 4-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യത്തിൽ നാം വായിച്ചതുപോലെ, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനെ പോലെ നമുക്കും പറയുവാൻ ഇടയാകട്ടെ, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതെ, ആത്മീയ പോരാട്ടം പോരാടി ജയിച്ചവർക്ക് ഹല്ലേലൂയ ദൈവം വെച്ചിരിക്കുന്ന പ്രതിഫലങ്ങൾ പ്രാപിക്കുവാൻ നമുക്കിടയാകട്ടെ. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്കും പ്രിയം വെച്ച് നല്ല പോർ പൊരുതി നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമുക്ക് ഓടി തികയ്ക്കാം, വിശ്വാസം കാക്കാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഗോഡ് ബ്ലസ് യു.